മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനുമൊക്കെ നഷ്ടപ്പെട്ട BJP മഹാരാഷ്ട്രയിൽ ശിവസേനയുമായുള്ള തർക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് ആരംഭിച്ചെങ്കിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല തന്നെ. കഴിഞ്ഞ ദിവസം 12,000 കോടി രൂപയുടെ കോസ്റ്റൽ പ്രോജക്റ്റ് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ചടങ്ങ് ബഹിഷ്കരിച്ച BJPക്ക് ഇതാ അതിശക്തമായ മറുപടിയുമായി ശിവസേനയും രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മഹാരാഷ്ട്രയിലെ വിവിധയിടങ്ങളിൽ പങ്കെടുക്കുന്ന വലിയ പരിപാടികൾ ബഹിഷ്കരിക്കാനാണ് ഇപ്പോൾ ശിവസേനയുടെ തീരുമാനം. 2 മെട്രോ റെയിൽ പ്രോജക്റ്റുകൾ മുംബൈയിലും പൂനെയിൽ ഉള്ള ഒരു മെട്രോ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനവും അടക്കമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 41,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ബഹിഷ്കരിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ശിവസേന എത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ നിലയിൽ BJPയുമായി ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ തയ്യാറല്ല എന്ന് വെളിപ്പെടുത്തുന്നു ശിവസേന. കഴിഞ്ഞ ദിവസം 3 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് വിജയത്തിന് രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട് ശിവസേന മുഖപത്രത്തിൽ ഉദ്ധവ് താക്കറെ എഴുതിയിരുന്നു. അതോടൊപ്പം മോദി സർക്കാരിനെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. കർഷകർ കഷ്ടപ്പെടുമ്പോൾ, തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോൾ, പണപ്പെരുപ്പം കുതിച്ചുയരുമ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ചുറ്റിക്കറങ്ങി ഒരു ഹൈ ഫ്ലൈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് ശിവസേന കുറ്റപ്പെടുത്തിയിരുന്നു. ആ കുറ്റപ്പെടുത്തലിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനം. എളുപ്പമാകില്ല BJPക്ക് കാര്യങ്ങൾ എന്ന് ശിവസേനയും സൂചന നൽകുകയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ നിങ്ങൾ നന്നായി വെള്ളം കുടിക്കും എന്ന് ഉറപ്പാകുന്നു. ശിവസേനയെ കൂടെ നിർത്താനുള്ള മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല. ഇങ്ങനെ പോയാൽ മഹാരാഷ്ട്രയുടെ കാര്യത്തിലും ഒരു വലിയ തിരിച്ചടി BJPക്ക് നേരിടേണ്ടി വരും എന്ന് ഉറപ്പ്. അതിനോടൊപ്പമാണ് ശിവസേന ഇപ്പോൾ അയോധ്യ വിഷയവും ഉയർത്തിക്കാട്ടുന്നത്. അങ്ങനെ നിങ്ങളുടെ ഒരടുത്ത സുഹൃത്ത് കൂടി നിങ്ങളിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. എളുപ്പമാകില്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം മഹാരാഷ്ട്രയിൽ നിന്നും വരികയാണ്.